എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ ബ്രെഡ് കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 പീസ് ബ്രെഡാണ്. അതിൽ ഓരോ പീസും 4 ചെറിയ പീസസ് ആക്കി മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവാണ് എടുക്കുന്നത്. ഇനി ഈ കടലമാവിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മൈദ മാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനതിന് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാനായിട്ടാണ് അരിപ്പൊടി ഉപയോഗിക്കുന്നത്. നമുക്കൊരല്പം എള്ള് ചേർത്ത് കൊടുക്കാം. പിന്നെ എള്ള് ഇഷ്ടമില്ലാത്തവർക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊരു പകുതി സബോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല, കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊണ്ടാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്. കൂടെ അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുട്ടയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രെഡ് പീസസ് ഇതിലേക്കിട്ട് മുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് പീസസും ഈ ബാറ്ററിലേക്ക് മുക്കി എണ്ണയിലേക്ക് ഇടാം. ഇനി നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ബ്രെഡിൻ്റെ ഉള്ളു വേവില്ല, പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കിത് വറുത്ത് കോരാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്യണം. അസ്സലാമു അലൈക്കും.